ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ എന്നോട് ചേർന്ന് ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ഭിന്നിച്ചും കലഹിച്ചും എന്തിനേറെ ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ എന്നെ ശ്രമിക്കുന്നുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയാൻ വേണ്ടി പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ സമാധാനത്തെ തകർക്കുന്ന മേഖലകളിൽ ഒരു വിടുതൽ പ്രാർത്ഥന നടത്താൻ പോകുന്ന സമയമാണ്. ഒരു മിനിറ്റ് എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമയോടെ നിന്ന് ഈ കുടുംബങ്ങളെ നിന്റെ പരിശുദ്ധ നാമത്തിൽ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കുന്ന എല്ലാ പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങൾ, കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, നിരന്തരമായി നിൽക്കുന്ന കലഹത്തിൻ്റെയും ഭിന്നതയുടെ അരൂപികൾ, കർത്താവെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പ്രവണതകളുള്ള കുടുംബങ്ങൾ, അങ്ങനെ ഇവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോലും പാപത്തിൻ്റെയും പൈശാചികതയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് ഈ കുടുംബത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും കുടുംബ സമാധാനം തകർക്കുന്ന എല്ലാ മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതലുണ്ടാകട്ടെ. ഈ നിമിഷം തന്നെ ഈ കുടുംബങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വിടുതലായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ പറഞ്ഞ് നിങ്ങൾ ഈ അനുഗ്രഹം ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.